ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാതുവായിലെ വിശുദ്ധ അന്തോണീസ്. പോർച്ചുഗലിലെ ലിസ്ബൺ പട്ടണത്തിൽ മാർട്ടിൻ ത്രേസ്യ ദമ്പതികളുടെ പുത്രനായി 1295 ഓഗസ്റ്റ് 15 അന്തോണീസ് ജനിച്ചു. പിതാവ് കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഫെർണാണ്ടോ എന്ന പേരിലാണ് അന്തോണീസ് അറിയപ്പെട്ടിരുന്നത്. അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ അന്തോണിയെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചിരുന്നു. ചെറുപ്രായത്തിൽ എന്തെങ്കിലും കാര്യത്തിന് കരയുമ്പോൾ മാതാവിൻ്റെ സ്വരൂപം കാണിച്ചാൽ അപ്പോൾ തന്നെ അന്തോണീസ് കരച്ചിൽ നിർത്തുമായിരുന്നു. അങ്ങനെ ദൈവിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അന്തോണീസ് വളർന്നു വന്നു. ഫ്രാൻസിസ്കൻ സഭയുടെ ജീവിത രീതികൾ അന്തോണിയെ വളരെയധികം ആകർഷിച്ചിരുന്നു. മൊറോക്കോയിലെ രക്തസാക്ഷികളായ ഫ്രാൻസിസ്കൻ സഹോദരരെ പറ്റി അറിഞ്ഞപ്പോൾ മൊറോക്കോയിൽ പോയി കർത്താവിനായി രക്തസാക്ഷിത്വം വഹിക്കാൻ ഒരുങ്ങി. 1220 അന്തോണീസ് ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേർന്നു. വചനപ്രഘോഷണത്തിൽ വളരെയധികം സാമർഥ്യമുള്ള ആളായിരുന്നു അദ്ദേഹം. വിവിധ ഭാഷകളിൽ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പാവങ്ങളുടെ പടയാളി എന്നാണ് അന്തോണീസ് അറിയപ്പെട്ടിരുന്നത്. 1231 ജൂൺ 13 പാതുവായ്ക്കടുത്തുള്ള സന്യാസി മഠത്തിൽ അദ്ദേഹം നിര്യാതനായി. ഇതേ തുടർന്ന് പാതുവായിലെ വിശുദ്ധ അന്തോണീസ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അന്തോണീസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും 1946 12ാം പിയൂസ് പാപ്പ വിശുദ്ധനെ സഭയുടെ വേദപാരംഗതനായി അംഗീകരിക്കുകയും ചെയ്തു. തിരുസഭയിലെ ഏറ്റവും പ്രശസ്തരായ വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ അന്തോണീസ്. കാണാതെ പോകുന്ന സാധനങ്ങളുടെയും മറ്റനവധി കാര്യങ്ങളുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ അന്തോണീസ്. പാവപ്പെട്ടവരുടെ മധ്യസ്ഥ സഹായിയായ വിശുദ്ധൻ്റെ ജീവിതം നമ്മൾ മാതൃകയാക്കേണ്ടത് തന്നെയാണ്. സമ്പന്നതയിൽ ജനിച്ച വിശുദ്ധൻ സുഖലോലുപതയ്ക്ക് പകരം യേശുവിൻ്റെ സഹനത്തിൻ്റെ പാതയാണ് സ്വീകരിച്ചത്. നമുക്കും വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും സ്വീകരിക്കാൻ ശ്രമിക്കാം. ആമേൻ.